السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي أمامة الباهلي رضي الله عنه قال قال رسول الله صلى الله عليه وسلم من مشى إلى صلاة مكتوبة وهو متطهر كان له كأجر الحاج المحرم. റവാഹു അബൂ ദാവൂദ് വ അഹ്മദു റഹ്മത്തുള്ളാഹി അലൈഹിമ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുന്ന നിവേദനം ചെയ്യുന്ന ഹദീസിന്റെ ആദ്യ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇമാം അബൂ ദാവൂദും ഇമാം അഹ്മദും റഹ്മത്തുള്ളാഹി അലൈഹിമ അവരുടെ ഹദീസ് കിതാബുകളിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. രജിസ്ട്രേഷൻ ഇന്നലെ ഗവൺമെന്റ് ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. ഇനി അതുമായി സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായ ഒരുക്കങ്ങളാണുള്ളത്. ഹാജി എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിച്ച് അതിൽ നിന്ന് തഹല്ലുൽ, മുടി നീക്കം ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾക്ക് ഇടയിലുള്ള സമയത്തിലാണ് പറയുക. ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം, ആഗ്രഹം എന്നാണ്. അത് അയാൾ പൂർത്തീകരിക്കുന്നതോടുകൂടി എന്തായി? അയാളുടെ ആവശ്യം പൂർത്തീകരിച്ചു. ഇനി അത് വന്നിട്ട് മതിലുമ്മേൽ പേരിൻ്റെ കൂടെ ഹാജി എന്ന് എഴുതി വെക്കാനോ അല്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ ഹാജി ഹാജി എന്ന് വിളിക്കാനോ അല്ല. അയാൾക്ക് പടച്ച റബ്ബ് നൽകിയ ശാരീരികവും സാമ്പത്തികവുമായ ശേഷിക്കനുസരിച്ച് നിർവഹിക്കാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്ത് അദ്ദേഹത്തിന് നിർവഹിക്കാനൊരു ദാഹം ഉണ്ടായിരുന്നു. ആ ദാഹം അദ്ദേഹം തീർത്തു. സ്വാഭാവികമാണ്, വെള്ളം കുടിച്ചാൽ, ഭക്ഷണം കഴിച്ചാലൊക്കെ പിന്നീട് ആർത്തി കൂടുക ചെയ്യാം. അത് കുടിക്കാനുള്ള ടെൻഡൻസി കൂടും. ഹജ്ജും ഉംറയൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ പ്രതിഫലം എന്താ? ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊന്നും അല്ല. അപ്പൊ അതിന് ശാരീരികമായി ചില ആൾക്കാരൊക്കെ പറയില്ലേ, ഇനി അടുത്ത വർഷത്തേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല, അതുകൊണ്ട് അപ്പാണ് പോവാണ്. ഈ കണ്ട കാലം മുഴുവൻ ഇപ്പം എന്തിരുന്നു പണി? അപ്പൊ സ്വത്തും സമ്പാദ്യവും അതിനനുസരിച്ച് ഉണ്ട് എങ്കിൽ അയാൾ പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ബസ് കയറാൻ നിൽക്കണ്ട, ടെൻഷൻ അടിച്ചിട്ട്. അതുപോലെ തന്നെ അതിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ചു, അതിന്റെ യാത്രകളെ സംബന്ധിച്ചു ത്യാഗവും ബുദ്ധിമുട്ടും വേറെ നിറഞ്ഞതാണ്. എന്നിട്ട് അയാൾക്ക് കിട്ടുന്ന ഈ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. എന്നാൽ ഇതിനൊന്നും കഴിയാത്ത ആൾക്കാരുണ്ടാവാം. നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തിട്ട് രണ്ടാമതിന് ദാഹം ഉണ്ടാവും, പക്ഷെ അതിന് സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ പോകാനുള്ള അവസ്ഥയും ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അവനവന്റെ വീട്ടുപടിക്കൽ, അവനവന്റെ വീടിന്റെ മുറ്റത്ത് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ ശ്രമിച്ചാൽ എത്താവുന്ന ദൂരത്ത് ഇതേ പ്രതിഫലം കാത്ത് ദിവസം പ്രതി 5 സമയങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. മൻ മശാ ഇലാ സ്വലാത്തി മക്തൂബ, നിർബന്ധമാക്കപ്പെട്ട ഒരു നിസ്കാരത്തിന് വേണ്ടി ഒരാൾ നടന്നാൽ, മറ്റൊരു ഹദീസിലുള്ള മൻ ഖറജ എന്നാണ്, പുറപ്പെട്ടാൽ, അത് ലക്ഷ്യമാക്കി അതല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കാതെ നടന്നു വന്നാൽ വഹുവ മുതതഹിറുൻ, അയാൾ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും പറഞ്ഞതുപോലെ ബ്രഷ് ചെയ്യാനുള്ളത് ബ്രഷ് ചെയ്ത്, ഉളൂ ചെയ്യാനുള്ളവൻ്റെ ഉളൂ ചെയ്ത് അതിനു വേണ്ടി പുറപ്പെട്ട് പ്രത്യേകമായ തീപൊക്കെ പുരട്ടി നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ തേച്ച് പുറത്തു വന്നാൽ, ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, നേരത്തെ ഒരാൾ പോയാൽ ഒട്ടകത്തിന്റെ പ്രതിഫലം കിട്ടും, അറിയാം. ശേഷം വരുന്ന ഒരാൾക്ക് ഒരു നാൽക്കാലിയുടെ പ്രതിഫലമുണ്ട്, പിന്നെ അതിനേക്കാൾ ചെറുത്, ഇങ്ങനെ അവസാനം വന്ന് ഏറ്റവും ചുരുങ്ങിയ പ്രതിഫലമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഒരു കോഴിമുട്ടയുടെ പ്രതിഫലം ഉണ്ടാവും. ഏതുവരെ? ഇമാമ് അല്ലെങ്കിൽ ഖതീബ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഖുതുബ പറയാൻ വേണ്ടി മെമ്പറിൽ കയറുന്നത് വരെ, അതിനുശേഷം വരുന്ന ആളുകൾക്ക് ആ പ്രതിഫലം കിട്ടുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ കൂടി കടന്നു പോകുമ്പോഴും ആ രൂപത്തിൽ അതൊക്കെ ചെയ്യേണ്ടത് ഈ രൂപത്തിലാണ്. ഒന്ന്, വീട്ടിൽ നിന്ന് ശുദ്ധീകരിക്കുക, ഉളൂ നിർവഹിക്കുക. ഇനി ഇൻകേസ് ഏതെങ്കിലും കാരണവശാൽ പള്ളിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയാൽ അയാൾക്ക് പുതുക്കാം. യാത്രക്കാരനാണ്, എടുക്കാം. പള്ളിയിൽ വന്ന് ഒന്നും എടുക്കാൻ പാടില്ല എന്നല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അവൻ ശുദ്ധിയോട് കൂടിയാണ് വരുന്നത് എങ്കിൽ കാന ലഹു കഅജ്രി ഹാജിൽ മുഹ്രിമി, ഒരു ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഉണ്ടാകുക. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾക്ക് അയാൾ
മരിച്ചാൽ പോലും അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, ശരീരത്തിന്റെ മുഖമോ മറ്റു ഭാഗങ്ങളോ മറയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അയാൾക്ക് പ്രതിഫലം എന്താ? സ്വർഗമല്ലാതെ മറ്റൊന്നും ഇല്ല. അപ്പോൾ ഓരോ ദിവസത്തിലും 5 നേരം അവരവരുടെ മുറ്റത്ത് തന്നെ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന സമയങ്ങളും സന്ദർഭങ്ങളും കഴിഞ്ഞുകൂടുകൊണ്ടിരിക്കുന്നു. അത് കൊഴിഞ്ഞു വീഴുന്നത് പെറുക്കിയെടുക്കുക, അവരവന്റെ ജീവിതത്തിൽ അത് വരവ് ചേർക്കുക, അത് നല്ല രൂപത്തിലാക്കി തീർക്കുക എന്നൊക്കെയാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രതിഫലത്തിന്റെ ഉടമകളായി തീരാൻ അവയോട് കൃത്യതയും കണിശതയും കാണിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി അവയെ ജീവിതത്തിൽ തുന്നിച്ചേർക്കാൻ, അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വേള പോലും ഒരു നിസ്കാരം പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ജാഗ്രത കൈക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വീഴ്ചകളും അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി അവ ഇരുലോകത്തും മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ നിലനിർത്തി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖികളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും വേജാറും വെപ്രാളവും മാറ്റിവെച്ച് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉ العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.